ജസ്റ്റിസ് ശ്രീമതി വി ജോസഫ്. അദ്ദേഹം ധാരാളം പുല്ലാങ്കുഴൽ മാത്രമല്ല പെയിന്റിംഗ് എക്സിബിഷനുകളെല്ലാം ധാരാളം നടത്തിയിട്ടുണ്ട്. ശ്രീ അപ്പോൾ ഇപ്പോൾ അടൂർ സ്ഥിരതാമസമാക്കി ധാരാളം സ്വന്തം പരിശ്രമത്തിലൂടെ ധാരാളം ശിഷ്യസമ്പത്ത് എല്ലാം നേടിയിട്ടുണ്ട്. ധാരാളം പരിപാടികളും അദ്ദേഹം സംഗീതത്തിനോടൊപ്പം പ്രസിദ്ധമായ സംഗീതത്തിനോടെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള മൃദംഗിസ്റ്റാണ് ശ്രീ കോട്ടയം മനോജ് കുമാർ. ധാരാളം ശിഷ്യസമ്പത്തിൻ്റെ ഉടമയാണ്. ശ്രീ തുറവൂർ ശൈലേഷ് മൃദംഗിസ്റ്റ്. ഇവരെല്ലാവരും തന്നെ സംഗീത വേദികളിൽ നിറഞ്ഞിരിക്കുന്നു. സംഗീത ഗാനാധിപത അവാർഡ് അദ്ദേഹത്തിന് ജസ്റ്റിസ് സമ്മാനിക്കുന്നു. ശ്രീ തൃപ്പൂണിത്തുറ ശശികുമാർ. ശ്രീ കാരായിപ്പടി മണിയുടെ ശിഷ്യൻ കൂടിയാണ് അദ്ദേഹം. സംഗീതസഭയുടെ തുടക്കം മുതൽ ശ്രീ ബാബു അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരുന്നു. ശ്രീ പനങ്ങാട് വിദ്യാർത്ഥിനി. അദ്ദേഹം മികച്ച ഒരു ശ്രീ ജയരാജ് കോതമംഗലം. ഒട്ടുമിക്ക എല്ലാ മൃദംഗം മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ശ്രീ കുമ്പളം ഭക്തവത്സലൻ. രാജേഷിന്റെ നാട്ടിൽ നിന്ന് മറ്റൊരു മികച്ച കലാകാരൻ. മൃദംഗവും തബലയിൽ മാത്രമല്ല, ആ കരങ്ങളിൽ മരം കൊണ്ട് അതിമനോഹരമായ ശില്പങ്ങൾ കൂടി അദ്ദേഹം കൊത്തിയുണ്ടാക്കുന്നു. തബലിസ്റ്റ് ശ്രീ കിരൺ എൻ കരുൺ. ഒട്ടുമിക്ക വേദികളിലും ഏതെങ്കിലും ഒരു ഉപകരണമായിട്ട് കിരൺ ഉണ്ടായിരിക്കും. വേദികളിൽ നിറഞ്ഞു നിൽക്കുന്നു ശ്രീ കിരൺ. സംഗീതഗാന കിട്ടുന്ന അവാർഡിന് ശ്രീ പണോ ആലപ്പുഴ ജസ്റ്റിസ് മേരി ജോസഫ് സ്വീകരിച്ചു. ശ്രീ രാജേന്ദ്രൻ പള്ളുരുത്തി തബലിസ്റ്റ്. സിത്താർ ശ്രീ കുൽദീപ് കൊച്ചി. ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഒരു കേന്ദ്രമാണ് കൊച്ചി. ശ്രീ സിത്താർ ഇപ്പം രാജേഷ് സിത്താറും കൂടി അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീ രാജേഷിൻ്റെ ഗുരുവും കൂടിയാണ്. അടുത്ത ശ്രീ രാജപ്പൻ ചങ്ങനാശ്ശേരി സിത്താർ. അദ്ദേഹവും രാജേഷിൻ്റെ ഗുരുവാണ്. സിത്താർ വാദനത്തിൽ മാത്രമല്ല, സിത്താർ അദ്ദേഹം നിർമ്മിക്കാറുണ്ട്. സിത്താർ മാത്രമല്ല, പുല്ലാങ്കുഴലും അദ്ദേഹം പലർക്കും നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്.